ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നാച്ചുറൽ സയൻസ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു മോക്ക് ടെസ്റ്റാണ്. HSCക്കും KTETനും വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റാണ്. ഇത് നമ്മുടെ 13ാമത്തെ മോക്ക് ടെസ്റ്റാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് എക്കോളജിയിൽ നിന്നുമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: സക്സഷൻ സ്റ്റാർട്ട്സ് ഓൺ എ ബെയർ ഏരിയ ഓർ ന്യൂ വാട്ടർ ബോഡി ഈസ് നോൺ ആസ്. Option A, primary succession. B, secondary succession. C, none of these. D, A and B. ചോദിച്ചിരിക്കുന്നത് ഒന്നുകിൽ ഒരു തരിശു ഭൂമിയിൽ അല്ലെങ്കിൽ ഒരു പുതിയ വാട്ടർ ബോഡിയിൽ ഉണ്ടാകുന്ന സക്സഷന് പറയുന്ന പേരെന്താണ്? ഒരു തരിശു ഭൂമി അല്ലെങ്കിൽ ഒരു ബെയർ ഏരിയയിലോ അല്ലെങ്കിൽ ഒരു പുതിയ വാട്ടർ ബോഡിയിലോ ആദ്യമായി ഉണ്ടാകുന്ന സക്സഷനെ വിളിക്കുന്ന പേരാണ് ഓപ്ഷൻ എ, പ്രൈമറി സക്സഷൻ. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പ്രൈമറി സക്സഷൻ. ഇനി സെക്കൻഡ് ഓപ്ഷൻ, സെക്കൻഡറി സക്സഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം സക്സഷൻ നടന്നിട്ട് ഒരു എക്കോസിസ്റ്റം ഉണ്ടാവുകയും അത് ഒരുപാട് നാളുകൾക്ക് ശേഷം നശിച്ചു പോയതിന് ശേഷം രണ്ടാമത് ആ ഏരിയയിൽ വീണ്ടും ഒരു പുതിയ എക്കോസിസ്റ്റം ഉണ്ടായി വരുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി സക്സഷൻ. അപ്പം പ്രൈമറി സക്സഷൻ നടന്ന ഒരു ഏരിയയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ആവാസ വ്യവസ്ഥ നശിച്ചു പോയതിന് ശേഷം വീണ്ടും ഒരുപാട് നാളുകൾക്ക് ശേഷം ആ ഏരിയയിൽ ഒന്നുകൂടി സക്സഷൻ നടക്കുന്നതിന് വിളിക്കുന്ന പേരാണ് സെക്കൻഡറി സക്സഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: സെക്കൻഡറി സക്സഷൻ ഈസ് ഫാസ്റ്റർ ദാൻ പ്രൈമറി സക്സഷൻ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്നാണ് ക്വസ്റ്റ്യൻ. പ്രൈമറി സക്സഷനേക്കാളും കൂടുതൽ വേഗത്തിലാണ് സെക്കൻഡറി സക്സഷൻ നടക്കുന്നു എന്ന്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ട്രൂ. അതായത് പ്രൈമറി സക്സഷനേക്കാളും കൂടുതൽ സ്പീഡിൽ നടക്കുന്ന പ്രോസസ്സാണ് സെക്കൻഡറി സക്സഷൻ. ഇനി എന്താണ് പ്രൈമറി സക്സഷനേക്കാളും സ്പീഡ് കൂടിയ രീതിയിൽ സെക്കൻഡറി സക്സഷൻ നടക്കുന്നതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, സെക്കൻഡറി സക്സഷൻ നടക്കുന്നത് ആദ്യം ഒരു സക്സഷൻ നടന്നിട്ട് ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്താണ്. ആദ്യം ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടായിരിക്കുകയും അത് എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട്, ഒന്നുകിൽ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു ഫോറസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ഏരിയയിൽ അവിടെ കാട്ടുതീ വന്നിട്ട് ആ ഫോറസ്റ്റ് നശിച്ചു പോയി. അപ്പം നശിച്ചു പോയതിന് ശേഷം വീണ്ടും ഒരുപാട് നാളുകൾക്ക് ശേഷം അവിടെ സസ്യങ്ങൾ പുതുതായിട്ട് വളർന്നു വരികയും അത് വീണ്ടും അവിടെ ഒരു പുതിയ എക്കോസിസ്റ്റം ഉണ്ടായി വരികയും ചെയ്യുന്നു. ഇതാണ് ഒരു സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത്. അപ്പം സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്തല്ല. പണ്ട് കാലത്ത് എപ്പോഴോ ഒരു ആവാസ വ്യവസ്ഥയായിട്ടിരുന്ന ഒരു ഏരിയയിലാണ് സെക്കൻഡറി സക്സഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ സോയിലിൻ്റെ പാർട്ടിക്കിൾസൊക്കെ ചെറിയ രീതിയിലൊക്കെ കാണാൻ സാധിക്കും. ഒരു തരിശു ഭൂമി അല്ല, അവിടെ മുൻപ് ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവിടെ സോയിൽ പാർട്ടിക്കിൾസും അതുപോലെ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഫാക്ടറികളൊക്കെ ആ ഏരിയയിൽ ഉള്ളതാണ്. അപ്പം അതുകൊണ്ടാണ്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ടാണ് പ്രൈമറി സക്സഷനേക്കാളും കൂടുതൽ ഫാസ്റ്റായിട്ട് സെക്കൻഡറി സക്സഷൻ നടക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: സക്സഷൻ ഓൺ ബെയർ റോക്ക് ഈസ് കോൾഡ്. ഒരു പാറയുടെ പുറത്ത് ഉണ്ടാകുന്ന സക്സഷൻ അല്ലെങ്കിൽ ഒരു തരിശു ഒന്നുമില്ലാതിരുന്ന ഒരു പാറ മാത്രമായിട്ട് കാണുന്നതിൽ ഉണ്ടാകുന്ന സക്സഷനെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ, സീറാർക്ക്. ബി, ഹൈഡ്രാർക്ക്. സി, എ ആൻഡ് ബി. അപ്പം ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സീറാർക്കാണ്. ഒരു ബെയർ റോക്കിൽ നടക്കുന്ന സക്സഷൻ ആണെങ്കിൽ നമ്മളതിനെ സീറാർക്ക് എന്ന് പറയുന്നു. എന്നാൽ ഒരു വാട്ടർ ബോഡിയിൽ നടക്കുന്ന സക്സഷൻ ആണെങ്കിൽ നമ്മളതിനെ ഹൈഡ്രാർക്ക് എന്നുമാണ് വിളിക്കുന്നത്. ഇപ്പം ബെയർ റോക്ക് ആണെങ്കിൽ സീറാർക്കാണ്, വാട്ടർ ബോഡിയാണ് അതായത് വെള്ളത്തിൽ നടക്കുന്ന സക്സഷൻ ആണെങ്കിൽ അതിനെ ഹൈഡ്രാർക്ക് എന്നും വിളിക്കുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ:
സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എബൌട്ട് സീറാർക്ക്. നമ്മൾ പറഞ്ഞു സീറാർക്ക് എന്താണെന്ന്. എന്താണ് സീറാർക്ക് എന്ന് പറയുന്നത്? ഒരു റോക്കിന്റെ പുറത്ത് നടക്കുന്ന സക്സഷനെയാണ് നമ്മൾ സീറാർക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഈ സീറാർക്ക് എന്ന് പറയുന്ന പ്രോസസ്സിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ. അപ്പം അതിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഈ സീറാർക്കിന്റെ പയനിയർ സ്പീഷീസ് ലൈക്കൻ ആണെന്ന്. സീറാർക്കിന്റെ പയനിയർ സ്പീഷീസ് ലൈക്കൻ ആണെന്ന്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതായത് സീറാർക്ക് എന്ന് പറയുന്നത് ബെയർ റോക്ക്, അതായത് പാറയുടെ പുറത്ത് നടക്കുന്ന സക്സഷനാണ്. അപ്പോൾ പാറയുടെ മുകളിൽ സക്സഷൻ നടക്കുമ്പോൾ അവിടുത്തെ പയനിയർ സ്പീഷീസ് എന്ന് പറയുന്നത് ലൈക്കനാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ബി, ലൈക്കൻ ഹെൽപ്സ് വെതറിങ് ആൻഡ് സോയിൽ ഫോർമേഷൻ ബൈ സെക്രീറ്റിംഗ് സം ആസിഡ്സ്. അപ്പം ഈ പാറയുടെ മുകളിൽ ലൈക്കൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ ഈ പാറയുടെ മുകളിൽ കാണുന്ന ലൈക്കൻസ് അവിടെ ഇരുന്നിട്ട് കുറച്ച് ആസിഡുകളെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ സെക്രീറ്റ് ചെയ്യുന്ന ഈ ആസിഡുകൾ സഹായിക്കുന്നത് വെതറിങ് ഓഫ് റോക്കിനാണ് സഹായിക്കുന്നത്. അതായത് ഈ ലൈക്കൻസ് കാണുന്ന ആ പാറ പൊടിയുന്നതിനും പാറ പൊടിഞ്ഞതിന് ശേഷം സോയിൽ ഫോർമേഷനെയും ആര് സഹായിക്കുന്നു? ഈ ലൈക്കൻസ് സെക്രീറ്റ് ചെയ്യുന്ന ആസിഡുകൾ സഹായിക്കുന്നുണ്ട്. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇനി സി വരുന്നത് സോയിൽ ഫോർമേഷൻ ലീഡ്സ് ടു ഗ്രോത്ത് ഓഫ് ബ്രയോഫൈറ്റ്. അപ്പം ഇങ്ങനെ പാറ പൊടിഞ്ഞ് സോയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ബ്രയോഫൈറ്റിൻ്റെ ഗ്രോത്തിന് കാരണമാകുന്നു എന്ന്. ബ്രയോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനകത്തിൽ വരുന്ന ഒരു ലോവർ ഫോംസ് ആണ് ബ്രയോഫൈറ്റ് എന്ന് പറയുന്നത്. ബ്രയോഫൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റുകൾ എപ്പോഴും മണ്ണിൽ പറ്റിച്ചേർന്ന് വളരുന്നതോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ മുകളിലോട്ട് പൊങ്ങി വളരുന്നതുമായ വളരെ ലോവർ ഫോംസ് ഉള്ള പ്ലാന്റ്സ് ആണ് ബ്രയോഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി അബോവ് ആണ് കറക്റ്റ് ആൻസർ. ഒരു സീറാർക്ക് സക്സഷനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇത് 3. അതായത് പയനിയർ സ്പീഷീസ് ലൈക്കൻ ആണ്. സീറാർക്കിലെ ലൈക്കൻ സഹായിക്കുന്നത് വെതറിങ് ഓഫ് റോക്കിനും സോയിൽ ഫോർമേഷനുമാണ്. അതിനുവേണ്ടി അവർ ചില ആസിഡുകൾ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മണ്ണുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഓർഗാനിസംസ് നീഡ് എ കോൺസ്റ്റന്റ് സപ്ലൈ ഓഫ് ന്യൂട്രിയൻസ് ടു grow, reproduce and regulate various body functions. The movement of these nutrients through the various components of an ecosystem is called option A, nutrient cycling, B, biogeochemical cycles, C, both A and B, D, A only. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഓർഗാനിസങ്ങൾക്ക്, ജീവജാലങ്ങൾക്ക് അവരുടെ പ്രോസസ്സുകൾ അല്ലെങ്കിൽ അതായത് അവരുടെ ശാരീരിക പ്രവർത്തനങ്ങളായ വളർച്ച, അതുപോലെ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനം, അതുപോലെ ശരീരത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിന് അവർക്ക് ഒരു ന്യൂട്രിയൻസ് ആവശ്യമാണെന്ന്. പലതരത്തിലുള്ള ന്യൂട്രിയൻസ് അവർക്ക് ആവശ്യമാണ്. ഇങ്ങനെയുള്ള ന്യൂട്രിയൻസിൻ്റെ മൂവ്മെൻറ്റ്, അതായത് ഇങ്ങനെയുള്ള ഈ ന്യൂട്രിയൻസിൻ്റെ, അതായത് നമ്മൾ പറയുന്ന ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ആയ കാർബൺ, ഫോസ്ഫറസ്, ഇങ്ങനെ നമ്മൾ പറയുന്ന എല്ലാ ന്യൂട്രിയൻസും, ഇങ്ങനെയുള്ള ന്യൂട്രിയൻസിൻ്റെ ഒരു ഫ്ലോയ്ക്ക് പറയുന്ന പേര്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ന്യൂട്രിയൻസിൻ്റെ മൂവ്മെൻറ്റിന് വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. ഈ ന്യൂട്രിയൻസിൻ്റെ മൂവ്മെൻറ്റ്, എക്കോസിസ്റ്റത്തിലുള്ള വിവിധ കമ്പോണൻസിൽ കൂടി ന്യൂട്രിയൻസിൻ്റെ മൂവ്മെൻറ്റിന് വിളിക്കുന്ന പേരാണ് ബോത്ത് എ ആൻഡ് ബി. അതായത് ന്യൂട്രിയൻ സൈക്ലിംഗ് എന്നും വിളിക്കുന്നുണ്ട്, ബയോജിയോ കെമിക്കൽ സൈക്കിൾസ് എന്നും വിളിക്കുന്നുണ്ട്. ന്യൂട്രിയൻ സൈക്ലിംഗ് എന്നും വിളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബയോജിയോ കെമിക്കൽ സൈക്കിൾസ് എന്നും വിളിക്കുന്നുണ്ട്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 6th question, റിസർവോയർ ഫോർ ദ സെഡിമെൻ്ററി സൈക്കിൾ. സെഡിമെൻ്ററി സൈക്കിളിന് എക്സാമ്പിൾ വരുന്നത് സൾഫർ സൈക്കിളും ഫോസ്ഫറസ് സൈക്കിളുമാണ്.
അപ്പം ഇങ്ങനെയുള്ള സെഡിമെൻ്ററി സൈക്കിളിൻ്റെ റിസർവോയറായിട്ട് പ്രവർത്തിക്കുന്നത് എന്താണെന്ന്? ഓപ്ഷൻ എ എർത്ത് ക്രസ്റ്റ്, ബി അറ്റ്മോസ്ഫിയർ, സി ബോത്ത് എ ആൻഡ് ബി, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ, അതായത് സെഡിമെൻ്ററി സൈക്കിളായ സൾഫർ സൈക്കിളിൻ്റെയും ഫോസ്ഫറസ് സൈക്കിളിൻ്റെയും ഒക്കെ റിസർവോയറായിട്ട് പ്രവർത്തിക്കുന്നത് എർത്തിൻ്റെ ക്രസ്റ്റാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സെഡിമെൻ്ററി സൈക്കിളിൻ്റെ റിസർവോയറായിട്ട് പ്രവർത്തിക്കുന്നത് എർത്തിൻ്റെ ക്രസ്റ്റാണ്. ഇനി ഗേഷ്യസ് സൈക്കിൾ, നമ്മുടെ ഗ്യാസ് രൂപത്തിലുള്ള ന്യൂട്രിയൻസിൻ്റെ സൈക്കിളായ ഗേഷ്യസ് സൈക്കിൾ, അതായത് കാർബൺ സൈക്കിൾ പോലെയൊക്കെ ഉള്ളവ, ഇങ്ങനെയുള്ള ഗേഷ്യസ് സൈക്കിളിൻ്റെ റിസർവോയറായിട്ട് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് വൺ. നമ്മൾ കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നു, അതിൽ ശരിയായിട്ടുള്ളതിനെ സെലക്ട് ചെയ്യാൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇൻ ഫോസ്ഫറസ് സൈക്കിൾ നോ റെസ്പിറേറ്ററി റിലീസ് ഓഫ് ഫോസ്ഫറസ് ഇൻ ടു അറ്റ്മോസ്ഫിയർ. ഫോസ്ഫറസ്, അതായത് നമ്മൾ സെഡിമെൻ്ററി സൈക്കിൾസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഫോസ്ഫറസ് സൈക്കിളിനെ പറ്റി. ഫോസ്ഫറസ് സൈക്കിളിൽ റെസ്പിറേറ്ററി റിലീസ് ഓഫ് ഫോസ്ഫറസ് ഇല്ല, അത് ആബ്സെൻ്റ് ആണെന്നാണ് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പം റെസ്പിറേറ്ററി റിലീസ് ഓഫ്, അതായത് ഫോസ്ഫറസ് സൈക്കിൾ നടക്കുന്ന സമയത്ത് അവിടെ റെസ്പിറേഷൻ നടന്നിട്ട് ഫോസ്ഫറസിനെ നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നില്ല. കാരണം ഈ ഫോസ്ഫറസ് സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? അതൊരു സെഡിമെൻ്ററി സൈക്കിളാണ്. ഇതിൽ റെസ്പിറേറ്ററി റിലീസ് ഓഫ് ഫോസ്ഫറസ് ആബ്സെൻ്റ് ആണ്. അപ്പം ഓപ്ഷൻ എ എന്ന് പറയുന്നത് ശരിയാണ്. ഇനി ബി ഓപ്ഷൻ നോക്കിയാൽ റിലീസ് ഓഫ് ഫോസ്ഫറസ് ത്രൂ റെയിൻഫോൾ ഈസ് സ്മോളർ. അതായത് മഴവെള്ളത്തിൽ കൂടിയുള്ള ഫോസ്ഫറസിൻ്റെ റിലീസ് എന്ന് പറയുന്നത് വളരെ ചെറിയ എമൗണ്ടിൽ, ചെറിയ അളവിൽ മാത്രമാണ് ഉള്ളതെന്ന്. ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. മഴവെള്ളത്തിലൂടെയുള്ള ഫോസ്ഫറസിൻ്റെ റിലീസ് വളരെ ചെറിയ ഒരു എമൗണ്ടും ഇനി ചെറിയൊരളവിൽ മാത്രമാണ് നടക്കുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ, ഗേഷ്യസ് ഫോസ്ഫറസ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ എൻവയോൺമെൻറ്റ് ആൻഡ് ഓർഗാനിസം ഈസ് സ്മോൾ. അതായത് എൻവയോൺമെൻറ്റും ഓർഗാനിസവും തമ്മിലുള്ള ഫോസ്ഫറസിൻ്റെ എക്സ്ചേഞ്ച്, ഗ്യാസ് രൂപത്തിലുള്ള എക്സ്ചേഞ്ച് വളരെ ചെറിയ രീതിയിലാണ് നടക്കുന്നതെന്ന്. ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. എൻവയോൺമെൻറ്റും ഓർഗാനിസവും തമ്മിൽ ഫോസ്ഫറസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഗേഷ്യസ് ഫോമിലുള്ളത് വളരെ ചെറിയ അളവിൽ മാത്രമാണ് നടക്കുന്നത്. അതായത് ഫോസ്ഫറസ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു സെഡിമെൻ്ററി സൈക്കിളാണ്. അതൊരു ഗേഷ്യസ് സൈക്കിൾ അല്ല, സെഡിമെൻ്ററി സൈക്കിളാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 3 ഓപ്ഷൻസ്, ഓപ്ഷൻ എ, ബി ആൻഡ് സി എന്ന് പറയുന്നത് ശരിയാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദീസ് ആണ് കറക്റ്റ് ആൻസർ. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഓർഗാനിസംസ് ക്യാൻ ടോളറേറ്റ് ആൻഡ് ത്രൈവ് ഇൻ എ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. വളരെ കൂടിയ താപത്തിൽ ജീവിക്കാൻ കഴിയുന്ന ജീവജാലങ്ങൾക്ക് വിളിക്കുന്ന പേര് എന്താണെന്ന്? ഓപ്ഷൻ എ യൂറി തെർമൽ, ബി സ്റ്റീനോ തെർമൽ, സി യൂറി ഹലൈൻ, ഡി സ്റ്റീനോ ഹലൈൻ. അപ്പം വളരെ കൂടിയ ചൂടുള്ള കാലാവസ്ഥയിൽ ജീവിക്കാൻ കഴിയുന്ന ജീവജാലങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് യൂറി തെർമൽ. ഓപ്ഷൻ എ ആണ്, യൂറി തെർമൽ ആണ് കറക്റ്റ് ആൻസർ. ഇനി സ്റ്റീനോ തെർമൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ താപത, അതായത് ലോ ടെമ്പറേച്ചറിൽ ജീവിക്കാൻ കഴിയുന്ന ജീവജാലങ്ങളാണ് സ്റ്റീനോ തെർമൽ. യൂറി ഹലൈൻ എന്ന് പറഞ്ഞാൽ വളരെ കൂടിയ സലൈനിറ്റിയിൽ, അതായത് സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങളാണ് യൂറി ഹലൈൻ എന്നറിയപ്പെടുന്നത്. ഇനി സ്റ്റീനോ ഹലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾട്ട് കോൺസെൻട്രേഷൻ വളരെ കുറഞ്ഞ, അതായത് വളരെ ലോ ലെവലിൽ സോൾട്ട് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സലൈനിറ്റി ഉള്ള വെള്ളത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങളാണ് സ്റ്റീനോ ഹലൈൻ എന്ന് അറിയപ്പെടുന്നത്. ഈ 9th question, the organism try to maintain the constancy of its internal environment despite varying external environment. This is known as
ഹോമിയോസ്റ്റാസിസ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഓരോ ജീവജാലങ്ങളും അവരുടെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിന് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായാലും അവരുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിനെ അവർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്താൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ശ്രമിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഹോമിയോസ്റ്റാസിസ് എന്ന്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ട്രൂ ആണ്. അതായത് ഓരോ ജീവജാലങ്ങളും അവരുടെ പുറത്തെ എൻവയോൺമെൻറ്റിന് എന്തൊക്കെ വേരിയേഷൻ സംഭവിച്ചാലും അവരുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിനെ അവർ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഇങ്ങനെ ശ്രമിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഹോമിയോസ്റ്റാസിസ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഓർഗാനിസംസ് ദാറ്റ് ആർ ഏബിൾ ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ് ബൈ physiological means such as constant body temperature, constant osmotic concentration, etc. are called dash. അതായത് നമ്മൾ പറഞ്ഞു ചില ജീവജാലങ്ങൾ ഹോമിയോസ്റ്റാസിസ് നടത്തുന്നുണ്ട് അവരുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്താനെന്ന്. ഇങ്ങനെ ഹോമിയോസ്റ്റാസിസ് നടത്തി ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്ന ജീവജാലങ്ങൾ അവർ ഹോമിയോസ്റ്റാസിസ് നടത്തുന്നത് ഒന്നുകിൽ അവരുടെ ബോഡി ടെമ്പറേച്ചറിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്നു. അതായത് അവരുടെ ശരീരത്തിൻ്റെ താപനിലയെ അവർ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്നു, അല്ലെങ്കിൽ അവർ ഓസ്മോട്ടിക് കോൺസെൻട്രേഷനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്നു. ഇങ്ങനെയുള്ള ഏതെങ്കിലും പ്രോസസ്സുകളൊക്കെ നടത്തി ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുന്ന ജീവജാലങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻസ് വരുന്നത് എ റെഗുലേറ്റ്സ്, ബി കൺഫേം, സി സസ്പെൻഡ്, ഡി മൈഗ്രേറ്റ്സ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, റെഗുലേറ്റ് ആണ്. ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തി ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്, എക്സാമ്പിൾ പറയുവാണെങ്കിൽ ബോഡി ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്ന ആളുകളാണ് റെഗുലേറ്റുകൾ എന്ന് അറിയപ്പെടുന്നത്. റെഗുലേറ്റുകൾ ഈ പ്രോസസ്സ്, അതായത് ഇവരിങ്ങനെ ഒരു കോൺസ്റ്റൻസി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവർ തെർമോ റെഗുലേഷനാണ് ഇതിനു വേണ്ടി അവർ നടത്തുന്നത്. അതായത് അവരുടെ ബോഡി ടെമ്പറേച്ചറാണ് അവർ എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്തുന്നത്. ഇതിന് വിളിക്കുന്ന പേരാണ് തെർമോ റെഗുലേഷൻ എന്ന്. അതുപോലെ തന്നെ അവരവരുടെ ഓസ്മോട്ടിക് കോൺസെൻട്രേഷനാണ് അവർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തുന്നതെങ്കിൽ അതിനെ നമ്മൾ ഓസ്മോ റെഗുലേഷൻ എന്നുമാണ് പറയുന്നത്. അപ്പം ഈ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തി ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തുന്ന ജീവജാലങ്ങളെ വിളിക്കുന്ന പേരാണ് ഓപ്ഷൻ എ റെഗുലേറ്റുകൾ എന്ന്. ഇനി ഇങ്ങനെ ഒരു എബിലിറ്റി ഇല്ലാത്ത ജീവജാലങ്ങളെ വിളിക്കുന്ന പേരാണ് കൺഫേമേഴ്സ് എന്ന്. അതായത് അവരുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് പുറമേ ഉള്ള ചേഞ്ചസിനനുസരിച്ചിട്ട് ഇവരുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്, എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ബോഡി ടെമ്പറേച്ചറിലും അവർ മാറ്റം വരുത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരാണ് കൺഫേമർ എന്ന് അറിയപ്പെടുന്നത്. ഇനി എന്താണ് സസ്പെൻഡ് എന്ന് പറയുന്നത്? മറ്റൊരു കാറ്റഗറിയാണ്. സസ്പെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ബാക്ടീരിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള മൈക്രോബ്സിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ അൺഫേവറബിൾ കണ്ടീഷനിൽ അവരെന്ത് ചെയ്യുന്നു, സ്പോർ ഫോർമേഷൻ നടത്തുന്നു. അപ്പം അൺഫേവറബിൾ കണ്ടീഷനിൽ ഒരു സ്പോർ ഫോർമേഷൻ നടത്തിയിട്ട് ആ സ്പോറിൻ്റെ ഉള്ളിലിരിക്കുകയും പിന്നീട് ഫേവറബിൾ കണ്ടീഷൻ വരുന്ന സമയത്ത് ഇവർ ഈ സ്പോറിൽ നിന്നും പുറത്ത് വരികയും ചെയ്യുന്നു. അങ്ങനെയുള്ള ജീവജാലങ്ങൾ വരുന്ന ഗ്രൂപ്പാണ് സസ്പെൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചില പ്ലാന്റ്സിനെ നോക്കുകയാണെങ്കിൽ അവർ അൺഫേവറബിൾ കണ്ടീഷനിൽ അവരുടെ സീഡ് ഡോർമൻ്റ് സ്റ്റേജിലിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒരു സുഷുപ്തി എന്നൊക്കെ പറയും. അങ്ങനെ ഒരു ഡോർമൻ്റ് സ്റ്റേജിലിരിക്കുകയും ഫേവറബിൾ കണ്ടീഷൻ വരുന്ന സമയത്ത്, അതായത് ആ സീഡിൻ്റെ ജെർമിനേഷന് ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ സീഡിൻ്റെ ജെർമിനേഷൻ നടക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള സസ്യങ്ങൾ വരുന്നതും സസ്പെൻഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്.
മറ്റൊന്നാണ് മൈഗ്രേറ്റ്സ് എന്ന് പറയുന്നത്. മൈഗ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ബേർഡ്സിനെയൊക്കെയാണ് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത്. അതായത് അവർക്ക് എന്തെങ്കിലും ഒരു അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പം അവർ ആ എൻവയോൺമെൻറ്റിൽ നിന്നും മറ്റൊരു എൻവയോൺമെൻറ്റിലേക്ക് പോകുന്നു, അതായത് മൈഗ്രേറ്റ് ചെയ്യുന്നു. എക്സാമ്പിൾ നോക്കിയാൽ ചില പക്ഷികളെ നോക്കിയാൽ അവർ ചൂട് കൂടുന്ന കാലാവസ്ഥയിൽ എന്ത് ചെയ്യുന്നു, അവർ ജീവിക്കുന്ന ആ എൻവയോൺമെൻറ്റിൽ നിന്നും അവർ കുറച്ചുകൂടി ചൂട് കുറഞ്ഞ മറ്റ് ഏതെങ്കിലും ഒരു എക്കോസിസ്റ്റത്തിലേക്ക് മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഇവർ മൈഗ്രേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ തിരിച്ചു വരുന്ന സമയത്ത് ഈ ബേർഡ്സും എന്ത് ചെയ്യുന്നു, അവരുടെ സ്വന്തം ആവാസ വ്യവസ്ഥയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നു. അപ്പം ഇത്തരത്തിലുള്ള ജീവജാലങ്ങൾ വരുന്ന ഗ്രൂപ്പാണ് മൈഗ്രേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, റെഗുലേറ്റ്സ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള 10 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.